അതുകൊണ്ട് ഫ്ലൈറ്റിന് മാത്രം കോമൺ ആയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കും. ഈ പാക്കിംഗ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു പരുവാകും. ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഛർദ്ദിക്കുക, പോയി ഫുഡ് വാങ്ങുക. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് ദൈവം ഒരു ആപത്തവും അനർത്ഥവും നമ്മുടെ ഈ ഓടിയിൽ നമുക്ക് സംഭവിക്കും. നമസ്കാരം, എൻ്റെ ഡെയിലി ജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓടിക്കുട്ടിയെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു 5-6 കാറ് മാറി. എല്ലാം 2-2.5 വർഷത്തോളമാണ് യൂസ് ചെയ്തത്. ഇതും 2.5 വർഷത്തോളമായിട്ട് നമ്മൾ പിന്നെ എല്ലാ സ്ഥലങ്ങളും പോകാൻ നേരത്ത് കൂടെ കൊണ്ടുവരുന്ന നമ്മുടെ സ്വന്തം ഒരാളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ വണ്ടി പോകുന്നതിൻ്റെ വിഷമമുണ്ട് എന്ന സന്തോഷമുണ്ട്. കാരണം പുതിയൊരു സ്ഥലത്ത് ചെല്ലാൻ നേരത്ത് എല്ലാം പുതിയതായിരിക്കും. ഇനിയിപ്പോൾ അവിടെ പുതിയ കാറാണോ നല്ലത്, സെക്കൻഡ് ഹാൻഡ് ആണോ നല്ലത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ചെന്നൊന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷമല്ലേ അറിയത്തുള്ളൂ. നമുക്ക് ലെവക്കുട്ടനുണ്ടായതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആവശ്യങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഫൈനൽ ഒരു ഷൂട്ടുണ്ട്. നല്ല വെയിലും ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാറ് കഴിക്കുന്നതിന് ശേഷം അച്ചു ഷോറൂമിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് ദൈവം ഒരു ആപത്തവും അനർത്ഥവും നമ്മുടെ ഈ ഓടിയിൽ നമുക്ക് സംഭവിച്ചിട്ടില്ല. ഓടിയിലല്ല, ഒരു കാറിലും നമുക്ക് വന്നിട്ടില്ല ഒരു അപകടവും. അതെല്ലാം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമ്മുടെ ദുബായ് സിറ്റിയിലേക്കും നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു പെർഫെക്റ്റ് വണ്ടി ഒരുക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലൈസൻസ് സ്വിച്ച് ചെയ്താൽ മതി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇങ്ങനത്തെ അറിവുകളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ പറഞ്ഞു തരിക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണോ അതോ പുതിയ വണ്ടിയാണോ ദുബായിൽ എടുക്കുന്നത് നല്ലതെന്ന് അറിയിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോണ്ടി വരും. അപ്പോൾ ഒരു ഡ്രൈവർ ഇൻസ്ട്രക്ടറിനെ ഞാൻ കണ്ടതിന് ശേഷമേ പോകത്തുള്ളൂ. കാരണം ഇതുവരെ ഇവിടെ നമുക്ക് 2 പേർക്കും ദൈവകൃപയാൽ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇവിടുത്തെ ലൈസൻസ് നമ്മൾ എടുത്തപ്പോൾ തൊട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടും അതുതന്നെ ഫോളോ ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആദ്യം ഞാൻ അച്ഛനോട് പറഞ്ഞത് വണ്ടി എടുക്കുന്നതിന് മുമ്പേ എനിക്കൊന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകണമെന്ന്. അപ്പോൾ അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ വരാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ദുബായിലുള്ളവർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ഷൂട്ടിന് പോകണം. എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. അത് കണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനൊരു ഗിഫ്റ്റും ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തും. നമ്മൾ പോകുന്ന സമയത്ത് യാത്ര അയക്കാൻ ആരും വരണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ അക്കയുടെ ഫാമിലി ആയാലും റെനി ആണെങ്കിലും ഒക്കെ 2 ദിവസം മുമ്പേ ഞങ്ങളുടെ കൂടെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് റെനി വന്നിട്ടുണ്ടായിരുന്നു. റെനിക്കും ആക്ച്വലി ഞങ്ങളെ കൊണ്ടുവിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അക്കയ്ക്കും. പിന്നെ എല്ലാവരുടെയും ഡ്യൂട്ടിയും അതുപോലെ തന്നെ പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളത് ടോട്ടലി അവോയ്ഡ് ചെയ്തത്. ലെവിക്കുട്ടൻ പാപ്പിയുടെ ഒപ്പമുള്ള ഷോപ്പിംഗ് എൻജോയ് ചെയ്യാണ്. റെനി ആകുമ്പോൾ അവൻ്റെ താളത്തിന് തുള്ളുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. ഈ MNSലെ ഈ ബനാന കേക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ ആൽമണ്ട് ക്രോസനും പിന്നെ ഈ ക്രിസ്പും, ഇതൊക്കെ ഇപ്പം ദുബായ് കിട്ടും. ഞാൻ ദുബായിൽ ഇരുന്നോണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ലെവിക്കുണ്ണി ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നഴ്സറി കൊടുത്തു വിടുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണെങ്കിലും നമുക്കൊരു ടെൻഷനല്ലേ, പ്രത്യേകിച്ച് ലെവിക്കുട്ടന് ചിലതൊക്കെ പിക്ക് ചെയ്ത് കഴിക്കത്തുള്ളൂ. പിന്നെ മിക്ക ഫുഡുകളിലും എഗ്ഗിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് കാരണം ലെവിക്കുട്ടന് അത് വേണ്ടാന്ന് പറയും. അപ്പം ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് പോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ നമ്മൾ വന്ന സ്ഥലം ദുബായ് ആയതുകൊണ്ട് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഷോപ്പിംഗ് ആണ്. 8 മണിക്ക് ഞാനൊരു ചെരുപ്പ് മേടിച്ചിരുന്നു, അത് മാറ്റി ലെവിക്കുട്ടിനെടുത്തു. അതിനുശേഷം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ ത്രെഡിങ് കഴിഞ്ഞ് നേരെ വീട്ടിൽ ഓടിയെത്തി. ABC കാർഗോ ആൻഡ് കൊറിയർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ സാധനങ്ങളെല്ലാം UK നിന്ന് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷായി, തലയൊന്നും നനച്ചില്ല, ദേഹം ഒന്ന് കഴിക്കണം. നല്ല വെയിലാണ് കണ്ടോ. ഓക്കെ, ചൂടെടുത്തിട്ട് ലെവിക്കുണ്ണി ഒന്ന് ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തി. 5:15 സമയം. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും പാക്ക് ചെയ്യാനുള്ളത്. അപ്പം അത് മാത്രം ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മളൊന്ന് സെറ്റിലായി അവിടെ വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഫുള്ളും നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ABC കാർഗോ ആൻഡ് കൊറിയർ എത്തിയിട്ടുണ്ട്. റെനി ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ഒരാൾ റെനിയുടെ കൂടെ പോകാൻ ഭയങ്കര ധൃതി വെക്കലായിരുന്നു. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി കുളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ചാണ്, തലയൊക്കെ നനച്ച്.
പക്ഷേ കണ്ടോ വെയിലായിട്ട് എനിക്കങ്ങ് പരവേഷമോ വേർപ്പോ വെപ്രാളോ ഒക്കെയാണ് തോന്നുന്നത്. ആരും ഇല്ലാതെ എല്ലാം ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മീൻസ് തന്നെ എല്ലാം ഓടി ഡ്രൈവും ചെയ്ത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ടയർഡായി. കാറൊന്ന് വാഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് പോലും എനിക്ക് പറ്റിയില്ല. കാരണം നാളെ നമ്മൾ കാർ കൊടുക്കുകയാണ്. പിന്നെ അച്ചു കൊണ്ടുവന്ന് രാവിലെ വാഷ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അത്യാവശ്യം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അവിടേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒന്നുകിൽ ഞാൻ ഒന്നും കൂടെ റിട്ടേൺ വരും, വന്നു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് റീപാക്ക് ചെയ്തിട്ട് പിന്നെയും ഷിഫ്റ്റ് ചെയ്യേണ്ട വീടിനനുസരിച്ച് ഏതൊക്കെയാണോ കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ച് കൊണ്ടുപോകും. ബാക്കി ഇവിടെ തന്നെ ഇടും. നമ്മുടെ വീട് റെൻറ്റിന് കൊടുക്കണോ എയർബിഎൻബിക്ക് കൊടുക്കണോ എന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഇപ്പോൾ അവരെത്തും. അതിന് മുമ്പ് ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ലേവിക്കുട്ടൻ റനിയെ വിളിക്കുന്ന പാപ്പി എന്നാണ് കേട്ടോ. അങ്ങനെ പാപ്പി പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമമുള്ള സമയത്തായിരുന്നു ABC കാർഗോ ആൻഡ് കൊറിയർ കയറി വന്നത്. അവരെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ വിഷമമൊക്കെ മാറി അവരുടെ കൂടെ അങ്ങ് കൂടി. അച്ഛന് നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ വർക്ക് ഉണ്ടായിരുന്നു. കാരണം 6 months നോട്ടീസ് പീരീഡ് ആയിരുന്നു അച്ഛന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ലെവിക്കുട്ടിനെ വെച്ചിട്ടാണ് ചെയ്തത്. ലെവി നഴ്സറിയിലും ആ സമയത്ത് പോകുന്നുണ്ടായിരുന്നില്ല. പാക്കിങ്ങും ഷൂട്ടിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാർ വരുന്നതും പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കുന്ന എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ആകെ മൊത്തം തലവേദനയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ടയേർഡുമായിരുന്നു. ഞാൻ എന്നാണ് താഴെ വീഴുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കഴിഞ്ഞത്. പക്ഷേ ഈ അറേഞ്ച് ചെയ്യുക, പാക്ക് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതും കുഞ്ഞിനെ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ ദുബായിലായതുകൊണ്ട് ഒത്തിരി ആളുകളുണ്ട് നമുക്ക് സഹായത്തിന്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഏൽപ്പിക്കാം. പക്ഷേ UK അതായത് UK മാത്രമല്ല US, കാനഡ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. കാരണം ഇവർ ഓടി നടക്കുന്ന പ്രായമാണ്. അവരെ എൻഗേജ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാക്കിങ്ങും ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ മൊത്തം ഞാൻ ശരിക്കും ടയേർഡായിരുന്നു. പക്ഷേ ലെവി കുറച്ചൊക്കെ നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. 10 പേരെ കാണുമ്പോൾ വേറൊരു ക്യാരക്ടറാണ്. ഞാൻ തന്നെ ഉള്ളപ്പോൾ നല്ല അടിപൊളി ക്യാരക്ടറാണ്. മമ്മിയും ഡാഡിയും കാണുമ്പോൾ ഒന്നും കൂടെ കൊഞ്ചാൻ തുടങ്ങും. അതെനിക്കൊന്ന് കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് അച്ഛന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ്. കാരണം ചെന്ന ഉടനെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ തിരിച്ച് പിന്നെയും UK വരുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദുബായിലെ വീടൊക്കെ ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഫുള്ളി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ പറക്കിക്കൊണ്ട് പോയിട്ട് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ ABC കാർഗോ ആൻഡ് കൊറിയറിൽ വിടുകയാണ്. പിന്നെ ഈ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഞാൻ പൊക്കിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ ഇതെല്ലാം കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും ചെല്ലുന്ന ആദ്യത്തെ 3-4 ദിവസം നമ്മളൊന്ന് സെറ്റിൽ ആവണം. നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. അപ്പോൾ എനിക്ക് ഈ ഷോർട്ടേജ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അത് വീട്ടിലാണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് വെക്കണം. എക്സ്ട്രാ ഒന്നും കൂടെ മേടിച്ച് വെക്കും തീരുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. 3-4 ദിവസം കൊണ്ട് ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ വ്ളോഗിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ April 31st എന്ന് പറഞ്ഞു. സോറി, April 30th എന്നാണ് ഉദ്ദേശിച്ചത്. May 1st തൊട്ടിട്ടായിരുന്നു കേട്ടോ അച്ഛന് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്മുടെ കാര്യങ്ങളെല്ലാം ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ലഗേജുമായിട്ട് നമ്മുടെ ABC കാർഗോ ആൻഡ് കൊറിയർ UK നിന്ന് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങൾ മെയിനായിട്ടുള്ളത് അച്ഛൻ്റെ ആയിരുന്നു. അച്ഛൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുത്തു വിട്ടു. അപ്പോൾ നമ്മുടെ വിസിറ്റേഴ്സ് പാസും കാര്യങ്ങളും എപ്പോഴും ഞാൻ മറക്കാറുണ്ട് എല്ലാവരുടെ അടുത്തു നിന്നും. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ലെവിക്കുട്ടിന് അങ്ങോട്ട് കളിക്കാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവനെ അങ്ങനെ കളിക്കാൻ വിട്ടുകൂടാ ഗൈസ്. അവരുടെ കയ്യിൽ അത്യാവശ്യം സാധനം കൊടുത്തു വിട്ടിട്ട് നമ്മുടെ സ്യൂട്ട് കേസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെവിക്കുട്ടിന് ഈ സമയത്ത് കിടന്ന് ഉറങ്ങുവാണ്. ആ സമയത്ത് മാത്രമേ എനിക്ക് അടുക്കത്തോടു കൂടി പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛന് നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ക്രീമുകളെല്ലാം എടുത്തു വെച്ചു. പിന്നെ ലെവിക്കുട്ടിൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ നെക്സ്റ്റിൽ നിന്നും MNS നിന്നുമാണ് എടുത്തത്. ഒത്തിരി ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. സമ്മർ വരുന്നത് കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ല ഷോർട്ട്സും അതുപോലെ തന്നെ ടീഷർട്ട്സും കിട്ടി. ഇതാകുമ്പോൾ പിന്നെ ദുബായിൽ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കാരണം ലെവിക്കുട്ടിനെ നഴ്സറി ചേർക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. 3-4 നഴ്സറി നമ്മൾ കോൺടാക്ട് ചെയ്തു. വാട്സപ്പിലൂടെയാണ് ചാറ്റ് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എമറൈറ്റ്സ് ID വേണോ വേണ്ടേന്ന്. ചില ആളുകൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏത് നഴ്സറിയാണെന്ന് പിക്ക് ചെയ്യാം. ഇത് ഞാൻ ഹാൻഡ് ലഗേജിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ലെവിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് അനീഷയും അശ്വിനും ഗിഫ്റ്റ് തന്നതാണ്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ക്ലീനറിൻ്റെ കാര്യം ഞാൻ കാണിക്കുന്ന ഒത്തിരി വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് ഏത് ഫോമിലാണ് കൊടുക്കാറ്, ഏത് ബോട്ടിൽ ക്ലീനറാണ് ഉപയോഗിക്കാറുള്ളതെന്ന്. ഞാൻ കൗ ആൻഡ് ഗേറ്റിൻ്റെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഫൈനലി നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യല്ലേ, എല്ലാ ന്യൂ ഇയറിനും
ഞാൻ പുതിയ ഒരു ലാപ്ടോപ്പ് ബാഗും അതുപോലെ തന്നെ വാലറ്റും വാങ്ങിക്കാറുണ്ട്. അങ്ങനെ അച്ചു വന്നത് ഞങ്ങൾ ആ ഗിഫ്റ്റ് കയ്യിൽ കൊടുത്തു കേട്ടോ. ലെവിക്കുട്ടൻ നീ കാർ ഓടിച്ച് കളിക്കുകയാണ്. ഇപ്പോൾ അവനെ ഏത് സമയവും കാറ് മതി. അച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി എക്സ്പെൻസീവ് ഗിഫ്റ്റാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്, കാരണം പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യല്ലേ. ഏത് ബാഗും വാലറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ക്യാഷ് വെപ്പിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുതിയ പാസ്പോർട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടായിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. തലേ ദിവസം പാക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഷൂട്ടിനിടാനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഷൂട്ടും കഴിഞ്ഞ് ഞാൻ സെറ്റാണ്. അപ്പോൾ എൻ്റെ ഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പുറത്തു നിന്ന്, അതായത് UK പുറത്തു നിന്ന് എടുക്കുന്നത്. ഇനി നമ്മളെല്ലാം ദുബായിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. എന്നെ നിങ്ങളൊരു യൂട്യൂബറായിട്ടും ഇൻഫ്ലുവൻസറായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ടും ഒക്കെ അംഗീകരിച്ചത് UK വന്നിട്ടാണ്. അതിന് മുമ്പേ ഞാൻ ചെറിയ ചെറിയ മൂവീസിലും സീരീസിലൊക്കെ അഭിനയിച്ച ഒരു ആക്ട്രസ് ആയിട്ടേ നിങ്ങൾക്ക്, അതായത് കുറച്ച് പേർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസറായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഒരു യൂട്യൂബറായിട്ടും ഒത്തിരി ആളുകൾ, പല രാജ്യങ്ങളിലുള്ള ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. ലെവിക്കുട്ടിനെ പേര് വിളിച്ച് അവനെ ഒരു മോനെ പോലെ ഹഗ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളും എന്നെ ഒരു മോളെ പോലെ കരുതുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ദുബായിൽ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ UK എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുബായിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ആരോടും വീട്ടിലേക്ക് വരാനോ എയർപോർട്ടിലേക്ക് വരാനോ പറഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാം വളരെ ശാന്തമായിട്ട്, ഞങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടൊരു ടൈം ഇതുവരെ കിട്ടിയില്ല. അച്ഛന് സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമുക്കിന്ന് കാറ് കൊണ്ട് കൊടുക്കണം. നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവകൃപയാൽ ചെയ്യാൻ പറ്റി. എല്ലാവരും നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. അവരൊക്കെ സെറ്റിലായി. പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവരെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ളത് UK നിന്ന് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത കഥകളും, ആരാണ് ജോലി കിട്ടി പോകുന്നത്, എന്തിനാണ് ഇത്രയും വർഷത്തിന് ശേഷം മൂവ് ചെയ്തത്, UK സെറ്റിലായതല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. എനിക്കും അതുപോലെ തന്നെ ഗോൾഡൻ വിസ എടുക്കുന്നതിൻ്റെ കാര്യവും UK നമ്മുടെ ഇതുപോലെ ഇവിടെയും ലൈസൻസ് വേണം എനിക്കറിയാം. പക്ഷേ ദുബായിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ പ്രോപ്പർ അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ചെന്നിട്ട് വേണം ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ. നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ലേറ്റ് ആക്കുന്നില്ല. നമ്മുടെ ഓടിക്കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഷോറൂമിലേക്ക് കൊടുക്കേണ്ടതാണ്. വിൽ മിസ് യു ഓടി. താങ്ക് യു ഞങ്ങളെ സേഫായിട്ട് എല്ലാ സ്ഥലങ്ങളും ട്രാവൽ ചെയ്യിപ്പിച്ചതിന്. ഞാനും ലെവിക്കുട്ടനും ഒരുപാട് ഇതിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മിസ്സിങ് തീർച്ചയായിട്ടും കാണും. ഇനിയും ദുബായ് ചെന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ലെവിക്കുട്ടനായിട്ട് കറങ്ങാം അല്ലേ. അങ്ങനത്തെ റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. 9:45 ഫ്ലൈറ്റ്. ലെവിക്കുട്ടനാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹം. എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഡോർ അടച്ച, സോറി വിൻഡോ അടച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ടാക്സി നമ്മൾ 7 സീറ്റർ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം എടുത്തിട്ടേ വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയിട്ട് ഇരിക്കുന്നത്. 7 സീറ്ററാണ് നമ്മൾ ഊബർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് കാണിച്ചത്. 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിനി നേരെ എയർപോർട്ടിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി നമുക്ക് 7 സീറ്ററിന് ഒരു വണ്ടി കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത്. എന്നൊക്കെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചോ അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ലേറ്റ് ആകും. അങ്ങനെ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ജോബിൻ്റെ കോൾ ഉണ്ടായിരുന്നു. ചേച്ചി ഞാൻ എയർപോർട്ടിൽ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഞങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരോടും വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജോബിനും അതുപോലെ തന്നെ അവർക്കെല്ലാവർക്കും വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്ലോബൽ ക്രൗൺ എക്സ്പോ വരികയാണ് August 16th. സോ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനും കൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം UK നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ ഇവരെന്തായാലും ദുബായിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കാണിച്ചതിന് ശേഷം പോകാമെന്ന് കരുതി. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് UK ഒരു എക്സ്പോ നടക്കാൻ പോകുന്നത്. ഒത്തിരി ആളുകൾക്ക് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ്, അതും പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ലഭിക്കാൻ പോവുകയാണ്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജും അവരുടെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ആദ്യമായിട്ട് അച്ഛയുടെ ഫോണിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എന്നെ പോലെ തന്നെ അച്ചു സൂപ്പർ ഡൂപ്പർ ടയർഡാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ജെൻസിന് ടോയ്ലറ്റ് സെപ്പറേറ്റ്, ലേഡീസിന് ടോയ്ലറ്റ് സെപ്പറേറ്റ്. എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ മാത്രം കോമൺ ആയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യണം? എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം ഒന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് പറയാം. അതും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് എനിക്ക് തോന്നി.
ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഒത്തിരി വർഷമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ജെൻസിനും അതുപോലെ തന്നെ ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ആക്കിക്കൂടെയെന്ന്. ഞാൻ ലവിക്കുട്ടിനെ ക്യാരി ചെയ്ത് ന്യൂയോർക്കിൽ പോയപ്പോൾ ഞാനൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ടോയ്ലറ്റിൽ പോയ സമയത്ത് ക്ലോസറ്റിന്റെ സൈഡിലെല്ലാം പീ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. പിന്നെ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇരുന്നത്. അന്ന് തൊട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. എമിറേറ്റ്സ് അടിപൊളി തന്നെയായിരുന്നു. കുറച്ചും കൂടി കൺവീനിയൻസ് ആകും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ. അത് എല്ലാ ഫ്ലൈറ്റിലും അങ്ങനെ ആക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല മെയിലാണോ ഫീമെയിലാണോ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങനെ വെച്ചത്. പക്ഷെ എന്നാലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഫ്ലൈറ്റിലും സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് ആക്കിക്കൂടെ എന്നൊരു തോന്നൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് പ്ലീസ്. അങ്ങനെ ഈ പ്രാവശ്യം ദുബായിൽ വന്നിരിക്കുന്നത് ടൂറിസ്റ്റ് ആയിട്ടുള്ള റെസിഡൻ്റ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും. സോ ഹാപ്പി. അപ്പോൾ നമ്മൾ നല്ല തണുപ്പുള്ളൊരു രാജ്യത്തിൽ നിന്ന് നല്ല ചൂടുള്ളൊരു രാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും പറഞ്ഞു നമ്മൾ ഉച്ച ആ സമയത്തൊന്നും പുറത്തിറങ്ങാതിരുന്നാൽ മതി, എല്ലായിടത്തും എ സിയും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും, ഇതങ്ങ് യൂസ് ടു ആയിക്കോളും അല്ലേ. ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റിൻ്റെ കാര്യം ഒരുപാട് പ്രാവശ്യമായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്, അതും ഞാൻ എൻ്റെ ചാനലിൽ. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പിന്നെ ചില ആളുകൾ പറയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ടിയായിരുന്നു, നീ ഇങ്ങനെ യാത്ര ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് വരുമായിരിക്കും. നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ, അത് നമ്മുടെ അവകാശമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ദേവക്കുട്ടി സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. ലഗേജ് എല്ലാം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇനി ഒരു പെട്ടിയും കൂടെ കിട്ടാനുണ്ട്. നമ്മുടെ ടാക്സി ഡ്രൈവർ പുറത്ത് വെയിറ്റിംഗ് ആണ്. സോ നമ്മൾ ഇനി നേരെ റൂമിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 11 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ രാവിലെ 7:45 ആയപ്പോൾ എത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 ആയെന്ന്, എനിക്കറിയില്ല, 8:15 ആയി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സിം കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു കാര്യമല്ലേ, നമ്മൾ ചെന്ന് ഇറങ്ങുന്ന ഒരു രാജ്യത്ത് അത് ആരും ആയിക്കോട്ടെ എവിടുന്നും ആയിക്കോട്ടെ സിം കാർഡ് കിട്ടുക, നമ്മുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമാണ്. എനിക്കൊന്നിപ്പം നാട്ടിലും ഇന്ത്യയിലും കൊടുക്കുന്നുണ്ടെന്ന്. നമ്മുടെ ടാക്സി ഡ്രൈവറിനെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട. എനിക്കാണെങ്കിൽ വിശക്കൊന്നുമുണ്ട്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, നല്ല ഉറക്കമായിരുന്നു. അപ്പം ലവിക്കുട്ടനും അത്യാവശ്യം മോശമില്ലാത്ത രീതി വിശക്കുന്നതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പാല് കുടിച്ച് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇനി കാണാം. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, ദൈവം നല്ലതിന് വേണ്ടി ചെയ്തെന്നേ ഞാനിപ്പോൾ പറയത്തുള്ളൂ. നമ്മൾ ബിസിനസ് ബേയിലായിരുന്നു ആദ്യം സ്റ്റേ ചെയ്യാനിരുന്നത് കേട്ടോ. അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിലായിരുന്നു ലെവീനെ ചേർക്കാനിരുന്നത്. എമിറേറ്റ്സ് ഐഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. അച്ചുവിൻ്റെ കമ്പനി അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ പ്രീമിയർ ഇൻ ജദഫിലാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തുള്ള നഴ്സറിയിലാണെങ്കിൽ എമിറേറ്റ്സ് ഐഡിക്ക് പ്രോബ്ലം ഇല്ല. ഇതാണ് ദൈവം ഒരുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ലെവിക്കുട്ടിന് അഡ്മിഷനൊക്കെ കിട്ടി ഗൈസ്. നാളെ തൊട്ടിട്ട് നഴ്സറി പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ താമസിക്കുന്ന ഇവിടെയാണ്, ഓപ്പോസിറ്റാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നമ്മുടെ റിസപ്ഷനിലുള്ള കുട്ടിയും പറഞ്ഞു, അതുപോലെ തന്നെ നഴ്സറി ചേർക്കാൻ നിന്നിട്ടുള്ള ആ മാഡവും പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് പോയി കഴിക്കട്ടെ. ലെവിക്കുട്ടൻ കഴിച്ചതുകൊണ്ട് അത്ര വിശപ്പില്ല. ഞാൻ ഗീ റൈസും കൊണ്ടാണ് വന്നത്. ഓവൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം ലെവിയുടെ ഫുഡൊക്കെ ചൂടാക്കാൻ പറ്റി. ഇനി പാലും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണം. കാരണം നമ്മളിവിടെ 1 മന്ത് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. എന്നാലും ലെവിയുടെ ഫുഡൊക്കെ ചിലത് ഫ്രഷായിട്ട് മേടിക്കാനുള്ളത് ഇവിടുന്ന് തന്നെ വേണം മേടിക്കാൻ. പിന്നെ ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റും അവൈലബിൾ ആണ്. ഇവിടെ ഒന്നുണ്ട്. ഇനിയും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടിപ്പുറത്തുണ്ട്, ലോണ്ട്രി ഉണ്ട്. എല്ലാം ഭയങ്കര രസമാണ്, എല്ലാം ഭയങ്കര ബാർഗൈനിങ്ങാണ്. നമ്മൾക്ക് അങ്ങനെ യൂസ് ടു അല്ലല്ലോ അത്. UK വെച്ചിട്ട് ഞാനിവിടെ പറഞ്ഞതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ടേ എനിക്ക് ബാർഗൈനിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എവിടെയെങ്കിലും പോകാൻ നേരത്ത് മൈസൂർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഞാനത് പിന്നെയും തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഷവർമ, ഹോട്ട് ഡോഗ്സ്, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്. ഫുഡിൻ്റെ ഒരു കേന്ദ്രമല്ലേ, ഞാൻ പറയണ്ടല്ലോ, ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം കൂടെ പറയുകയാണേ. ഇവിടുന്ന് എങ്ങനെ ക്രോസ് ചെയ്തതേ അവിടെ എത്തുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവിടെ ഏതോ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല, ഇതിലേക്കൂടെയൊക്കെ മണ്ണായതുകൊണ്ട് ഇതിലേക്കൂടെ ഒരു ഓപ്ഷൻ കാണുന്നില്ല, ഇതിലൊരു ഓപ്ഷൻ കാണുന്നില്ല. ഇനി എങ്ങനെയാണാവോ? ഞങ്ങൾ എന്തായാലും ഇതിലേക്കൂടെ ക്രോസ് ചെയ്യാണ്. വണ്ടി ചീറി പാഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. മണ്ണിലൂടെ നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിഞ്ഞ് ഈ വഴിയും പോകാൻ പറ്റില്ല അല്ലേ, അതിലെല്ലാം മണ്ണാടാ. വാവേ ഇവിടെ ചെയ്. അവിടെ ഹെവി മണ്ണായിരുന്നു. മണ്ണിലൂടെ ആദ്യം നമ്മൾ ട്രൈ ചെയ്തപ്പോൾ പറ്റിയില്ല കേട്ടോ, അവിടെ കുറച്ച് ഹെവി ആയിരുന്നു. അപ്പോൾ ഇതിലേ കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങോട്ട്.
ഇൻസ്റ്റാ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പം അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ക്രോസ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ക്രോസ് ചെയ്യേണ്ട രീതികളൊക്കെ അറിയാം. എല്ലായിടത്തും പണി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്തത്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് അവർ നിർത്തി തരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും ടെൻഷനൊന്നുമില്ല. അപ്പോൾ ദേ നമ്മൾ നേരെ ഗ്രീൻലാൻഡിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. രാത്രി ഒരു 1:45-2 മണിയായപ്പോൾ എനിക്ക് ലഭിക്കുന്ന നല്ല വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും UK രാവിലെ 1:45 ഈ അൽഫാമും അതുപോലെ തന്നെ പഴംപൊരിയും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കിട്ടുകയാണെങ്കിൽ തന്നെ KFC അല്ലെങ്കിൽ ഡൊമിനോസ്, മെക്ഡിക്. നമ്മൾ ഒരിക്കലും അത് കമ്പയർ ചെയ്യാല്ല കേട്ടോ. കാരണം ഇവിടെ ഒത്തിരി ഓപ്ഷൻസാണ്. കാരണം എല്ലാ കടകളും 24 hours ഓപ്പണാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഈ സ്ഥലം ഇച്ചിരി ക്വയറ്റാണ്, പ്രോഗ്രസ് ആയി വരുന്നേ ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ കടകളും 24 hours ഓപ്പണാണെന്നാണ് പറയുന്നത്. എന്തായാലും അടിപൊളി ഫുഡ്. ഇനി ഏത് പാതിരാത്രിക്കും ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഛർദ്ദിക്കുക, പോയി ഫുഡ് വാങ്ങുക, എന്തൊരു ഈസി ആയതല്ലേ. ഇത്രയും ഓർഡർ ചെയ്തിട്ട് വെറും 6 pounds ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ എന്താണെങ്കിലും എല്ലാം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ മാറുള്ളൂ ഈ കമ്പാരിസൺ. അപ്പോൾ ജെറ്റ്ലാഗൊക്കെ ആയത് കാരണം ഞങ്ങളെല്ലാവരും സൂപ്പർ ടയർഡാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ വ്ളോഗിൽ ലഭിക്കുന്ന നഴ്സറി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.